നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിർണായക നീക്കം. കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപ്പാളിയിൽ തിരിമറി നടന്നെന്ന നിരീക്ഷണം. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയം. കുറ്റവാളികൾ രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി. സദാചാര പ്രസംഗവുമായി യു പ്രതിഭ. ഉദ്ഘാടനത്തിന് വരുന്നത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെന്ന് പരാമർശം. വായി നോക്കികളാണോ കേരളത്തിലെ മനുഷ്യരെന്ന് ചോദ്യം. മോഹൻലാലിനും വിമർശനം. നടത്തുന്നത് ഒളിഞ്ഞുനോട്ട പരിപാടിയെന്നും MLA. മുനമ്പത്തിൽ സർക്കാരിന് ആശ്വാസം. ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നടപടി സർക്കാരിന്റെ അപ്പീലിൽ. ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ ലക്ഷ്യം വെച്ച് നീക്കം. ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും സീറ്റുകൾ ഏറ്റെടുക്കും. പൂഞ്ഞാർ ആവശ്യപ്പെട്ട് ജോസഫ്. കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ മുന്നണികളിൽ ചർച്ചകൾ സജീവം. ചേർത്തലയിലെ ഐഷ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക്. സെബാസ്റ്റ്യനെതിരെ ഇതുവരെ മൊഴി നൽകിയത് 5 സ്ത്രീകൾ. അന്വേഷണ സംഘം കോടതിയിൽ ഉടൻ റിപ്പോർട്ട് നൽകും. ഐഷ തിരോധാനത്തിൽ പുനരന്വേഷണത്തിലേക്ക് നയിച്ചത് ന്യൂസ് 18 വാർത്തകൾ. കൊല്ലത്ത് കിണറ്റിൽ പുലി വീണു. കുടുങ്ങിയത് ചാങ്ങാപ്പാറ സ്വദേശിയുടെ വീട്ടിലെ കിണറ്റിൽ. വനം വകുപ്പ് സംഘം പുലിയെ കരയിൽ കയറ്റി. ദൗത്യം നീണ്ടത് 5 മണിക്കൂർ. കാബൂളിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണം. ലക്ഷ്യം വെച്ചത് തെഹ്രീക്ക്-ഇ-താലിബാൻ തലവനെ. നൂർവാലി മസൂദിന്റെ മകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. ഇസ്രായേലി സൈന്യം പിന്മാറി തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയം അനുവദിച്ചു. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൈമാറി. വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും പിന്നീട് സ്വർണം പൂശി വന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും BV അരുണാണും ആണ് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്, കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിലുള്ളതെന്ന് അറിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്തിലാണ് സ്വർണ്ണപ്പാളി, അതായത് ചെമ്പ് പാളി സ്വർണ്ണം പൂശാനായി എത്തിച്ചത്. സ്മാർട്ട് ക്രിയേഷൻസ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരുന്നത് സ്വർണ്ണപ്പാളിയിന്മേൽ, പൂശിയിരിക്കുന്ന പാളിയിന്മേൽ വീണ്ടും സ്വർണം പൂശാൻ കഴിയില്ല. അതിൽ സ്വർണത്തിന്റെ അംശമുണ്ടെങ്കിൽ വീണ്ടും പൂശാൻ കഴിയില്ല. അത് അവരുടെ അഭിഭാഷകർ തന്നെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ അറിയിപ്പ് അനുസരിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്താലാണ് ഇതിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചെടുത്തത്. തുടർന്ന് ചെമ്പ് പാളികൾ വീണ്ടും സ്വർണം പൂശുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ബാക്കിയായിട്ട് കൈമാറിയ 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് തിരിച്ചു നൽകിയില്ല. ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സ്വർണം പൂശിയതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SITയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കൊരിക്കൽ അന്വേഷണം ഏതുവരെ എത്തി അതിന്റെ അപ്ഡേഷൻസ് കോടതിയെ അറിയിക്കണം. കോടതിയെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതെന്നും കോടതി കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കാണരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുമായി ഈ വാർത്തയുടെ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ
ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. SP ശശിധരനും സംഘത്തിലുണ്ട്. 2 SHOമാർ സംഘത്തിലുണ്ട്. ഇവരൊക്കെ അതുമാത്രമല്ല സൈബർ വിദഗ്ധനും സംഘത്തിലുണ്ട്. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട സൈബർ ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരിമറി ക്രിമിനൽ കേസായി രേഖപ്പെടുത്തി, ഈ സ്വർണ്ണപ്പാളിയിന്മേൽ നടത്തിയുള്ള തിരിമറി ക്രിമിനൽ കേസായി രേഖപ്പെടുത്തി അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിനെ, അതായത് ദേവസ്വം വിജിലൻസ് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന 20 പേജുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അടിയന്തരമായി SITയെ ഇത്തരത്തിൽ അന്വേഷണത്തിൽ അടിയന്തര തീരുമാനമുണ്ടാക്കണമെന്നുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ച കൂടുമ്പോൾ കോടതിയെ അറിയിക്കണം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്യേണ്ടത് കോടതിയിൽ മാത്രമാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് പുറമെ, ചെമ്പുപാളികൾക്ക് പുറമെ ലിൻഡൽ വശങ്ങളിലെ ഫ്രെയിമുകൾ എന്നിവയിലും സ്വർണം പൂശിയതിൽ ക്രമക്കേടുണ്ടോ എന്ന് SITക്ക് പരിശോധിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണോ എന്ന് SITക്ക് തീരുമാനിക്കാം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. 2 ആഴ്ചയിലൊരിക്കൽ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം നേരിട്ട് കോടതിയിൽ അറിയിക്കണം. വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കരുത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സംയമനം പാലിക്കണം. സത്യം കണ്ടെത്താനാണ് അന്വേഷണമെന്നും ജസ്റ്റിസുമാരായ ജസ്റ്റിസ് രാജ വിജയരാഘവനും അതുപോലെ KV ജയകുമാർ എന്നിവർ ചേർന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. അശ്വതി. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്. VV അരുൺ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി വാസവനും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആരെങ്കിലും സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഉറച്ചു പറയുകയും ചെയ്തു. ഏത് രീതിയിലായിരിക്കും ഇനി ഒരു മുന്നോട്ട് പോക്ക് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ? അശ്വതി, സർക്കാർ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഭൂരിപക്ഷ സമുദായങ്ങളുടെ NSS SND പോലുള്ള സമുദായങ്ങളുടെയൊക്കെ വലിയ പിന്തുണ നേടി അത് വലിയ ഒരു ഊർജ്ജമായ തെരഞ്ഞെടുപ്പുകൾ മാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ശബരിമല ഈ സ്വർണ്ണ മോഷണ വിവാദം വരുന്നത്. അതിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നവർ ആരെന്ന് കൃത്യമായി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് അപ്പുറത്തേക്കുള്ള ഇന്ന് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ പറഞ്ഞു വെച്ചാണെങ്കിൽ ഇപ്പോൾ പരൽമീനുകൾ മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. വമ്പൻ സ്രാവുകളുണ്ട്. ആ സ്രാവുകളിലേക്ക് അന്വേഷണം പോകണം. അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏതായാലും CBI അന്വേഷണം എന്ന ആവശ്യത്തിന് പ്രതിപക്ഷം പതിയെ പിന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിച്ച അന്വേഷണം വരുമ്പോൾ സർക്കാരിന് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. കൃത്യമായി സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആര് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ എല്ലാ വസ്തുക്കളും പുറത്തു വരണം. ഹൈക്കോടതി അന്വേഷണത്തിലൂടെ അതിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. സർക്കാരിനെതിരെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വന്നേ മതിയാകൂ. വരുമ്പോൾ സ്വാഭാവികം അന്വേഷണ ഫലം വലിയ നിർണായകമായിരിക്കും. CPM-നും ഒക്കെ CPM-ന്റെ ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകിയ സമയത്തുള്ള അഴിമതിയാണെങ്കിൽ, മോഷണമാണെങ്കിൽ അതിന് തീർച്ചയായും അവിടുത്തെ ഉദ്യോഗസ്ഥർ, അന്നത്തെ പ്രസിഡന്റുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണ്ടിവരും. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പത്മകുമാർ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദം ഉണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഭരണസമിതിയും ഒക്കെ ഉണ്ടായിരുന്നു. ആരാണ് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത്? അതുകൊണ്ട് തന്നെ അതിലെ കൃത്യമായ ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് CPM-നും അനിവാര്യമാണ്. ഇതൊരു ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷത്തിന് ഇതിലെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തുവരാൻ ആഗ്രഹമില്ല. പുകമറ മാത്രം മതി. പുകമറയിൽ സർക്കാർ നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലാഭമെന്ന് അവർ കരുതുന്നുവെന്നാണ് CPM-ന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ പുകമറ മാറി ആരാണ് യഥാർത്ഥ മോഷ്ടാക്കൾ, ആരാണ് യഥാർത്ഥ കള്ളന്മാർ, അയ്യപ്പന്റെ സ്വത്ത് അടിച്ചുകൊണ്ടുപോയത് ആരാണ് എന്ന കാര്യമാണ് വ്യക്തമാക്കേണ്ടത്. സർക്കാരും അതിനെ ഈ ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 1:30 ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുന്നത് ഹൈക്കോടതി തീരുമാനത്തിലുള്ള CPM-ന്റെ നിലപാട്, സർക്കാർ നിലപാട് VN വാസവനും വ്യക്തമാക്കും. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും VN വാസവനും ആ കാര്യങ്ങൾ വ്യക്തമായി പറയും. ഏതായാലും സർക്കാർ ഇതിന്റെ ചെമ്പ് തെളിയണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ആവശ്യമൊക്കെ സർക്കാർ ഈ ഘട്ടത്തിൽ തള്ളുകയാണ്. പക്ഷേ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണത്തിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് സർക്കാരും കോടതി പറഞ്ഞതിലും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളും നടപടികളും സംശയാസ്പദമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും ദേവസ്വം ബോർഡ്.
തീർച്ചയായിട്ടും ആ ദേവസ്വം ബോർഡിന്റെ ഇത് കൈകാര്യം കഴിയില്ല. അത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയുക എന്ന കാര്യവുമല്ല. കൃത്യമായി എങ്ങനെയാണ് വിജയമല്യ ഭൂഷിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണന് കൊടുത്തയക്കുമ്പോൾ അത് ചെമ്പുവാളിയ എന്ന കാര്യമാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. എന്തിന് അത്തരം ഒരു ഉത്തരവിറക്കി? ആ ഉത്തരവിറക്കിയത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം സെക്രട്ടറി മാത്രമാണോ? അതിന് പിന്നിൽ ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ടെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രം വരുന്നതാകും. ആദ്യം തെളിയേണ്ടത് ആരാണ് ഈ സ്വർണം പൂശിയത് ചെമ്പാക്കി മാറ്റിയത്, അല്ലെങ്കിൽ എപ്പോഴാണ് ചെമ്പായി മാറിയത്? ഈ കാര്യത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. ഈ അന്വേഷണം അതിലേക്ക് തന്നെയാകും പോകുന്നത്. അവിടെയാണ് സർക്കാരിന് പിന്നീട് വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. അതിന്റെ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ മാത്രം ഒതുങ്ങി ഒരുപക്ഷെ CPM സർക്കാരും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന അതിനും അപ്പുറത്തേക്കുള്ള പേരുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ വമ്പൻ സ്രാവുകളിലേക്ക് ഈ പരൽമീനുകളെ വിട്ട് സ്രാവുകളിലേക്ക് അന്വേഷണം പോയാൽ അത് ദേവസ്വത്തിന്റെ അന്നത്തെ ഭാരവാഹികളും ദേവസ്വം അംഗങ്ങളും ദേവസ്വം പ്രസിഡന്റും ഒക്കെ അതിൽ പ്രതികളായി മാറിയാൽ CPMന് ആശ്വസിക്കാനുള്ള വകയല്ല. അത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് CPMനും സർക്കാരിനെയും കൊണ്ട് എത്തിക്കുന്ന കാര്യം തന്നെയാകും. ഏതായാലും ഈ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിനൊക്കെ അന്വേഷണത്തിന്റെ ഫലം തന്നെയാകും CPMനും CPM രാഷ്ട്രീയത്തിനും വളരെ നിർണായകമായി മാറാൻ പോകുന്നത്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. സ്വർണ്ണപ്പാളി മോഷണത്തിൽ കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർക്കൊക്കെ വീഴ്ച വന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമാകും. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദത്തിലാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചത്. അന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ എല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. അല്ല, ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്? അതൊരു വിചിത്രമായ കാര്യമാണല്ലോ. അത് നമ്മൾ നോക്കണല്ലോ. ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെ ഉള്ള ഒരു പീഠം, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. നിയമസഭയിലെ ശരീരനിന്ന പ്രയോഗം ആവർത്തിച്ച് മുഖ്യമന്ത്രി. നീളം കുറഞ്ഞ നജീബ് കാന്തപുരത്തെ അല്ല, ആരോഗ്യം കുറഞ്ഞ മറ്റൊരാളെയാണ് താൻ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഈ സ്വർണ്ണപ്പാളി മോഷണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിലേക്ക് എത്തുകയാണെങ്കിൽ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ആവർത്തനം തന്നെയായിരുന്നു. ആർക്കൊക്കെ വീഴ്ച വന്നു എന്ന അന്വേഷണത്തിലൂടെ വ്യക്തമാകും. കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടും, ആരും രക്ഷപ്പെടില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഇന്നും സംസാരിച്ചത്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയ്ക്ക് ശേഷവും അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചാരിയായിരുന്നു ഇന്നും മുഖ്യമന്ത്രി സംസാരിച്ചത്. ദേവസ്വം ബോർഡിന് പക്ഷെ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ചു മുഖ്യമന്ത്രി.
അശ്വതി, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരുണ്ടെങ്കിൽ ആ കുറ്റക്കാരെല്ലാം നിയമത്തിന്റെ വലയിലാകും എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രസ്താവന. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് കാര്യം പറയുന്നത് എങ്ങനെയാണ് ഇത് വെളിപ്പെടുത്തിയത്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വെളിപ്പെടുത്തിയത്, അത് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടിയാണ്, അതിന് ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയിൽ മറ്റ് പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെ എല്ലാവരെയും പുറത്തെത്തിക്കേണ്ടതുണ്ട്. ഈ ആംഗിളിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി ഇതുവരെയും ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തി ആരാണ് കുറ്റവാളികൾ എന്നത് കണ്ടെത്തും എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു വിഷയം ആദ്യം പുറത്തു പറഞ്ഞത്. അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തയ്യാറായിട്ടില്ല. ശരി, ആർ കിരൺ ബാബുവാണ് വിശദവിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അയ്യപ്പ ഭക്തരുടെ ഉത്കണ്ഠ ഹൈക്കോടതി കണ്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം പറഞ്ഞത് സത്യമായെന്നും സ്വർണ്ണക്കൊള്ള ഞെട്ടിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയെയും പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി. അല്ലാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമി അല്ല മുനമ്പത്തേതെന്നാണ് കോടതി നിരീക്ഷണം. 1950-ലെ ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ലെന്നും ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഭൂമി വഖഫ് അല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. സർക്കാർ നൽകിയ അപ്പീലിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന നിർണായക ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കൂടുതൽ വിവരങ്ങളുമായി ഒടുക്കിൽ CN പ്രകാശ്, നിയമകാര്യ ലേഖകൻ, ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് പ്രകാശ്? അശ്വതി, മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമുള്ള വിധിയാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന് തുടരാം. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഭൂമി വഖഫ് വകയാണെന്ന് വഖഫ് ബോർഡ് വ്യക്തമാക്കിയതാണെന്നും ഈ സാഹചര്യത്തിൽ വിഷയം പരിഗണിക്കാൻ വഖഫ് ട്രിബ്യൂണൽ മാത്രമാണ് അധികാരമെന്നും വ്യക്തമാക്കിയായിരുന്നു കമ്മീഷൻ നിയമനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. എന്നാൽ വഖഫ് ഭൂമി അല്ല എന്ന കണ്ടെത്തലിലൂടെയാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ അപ്പീൽ അനുവദിച്ചിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. സദാചാര പ്രസംഗവുമായി കായംകുളം MLA യു പ്രതിഭ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്നുമാണ് MLAയുടെ പരാമർശം. അത് നിർത്താൻ ആവശ്യപ്പെട്ട് തുണി ഉടുത്ത് വരാൻ പറയണം. ഇതിന്റെ പേരിൽ സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുതെന്നും യു പ്രതിഭ പറഞ്ഞു. മോഹൻലാലിന്റെ ടെലിവിഷൻ ഷോയ്ക്കും വിമർശനമുണ്ട്. മോഹൻലാൽ നടത്തുന്നത് ഒളിഞ്ഞുനോട്ട പരിപാടിയെന്നാണ് വിമർശനം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരത്തിലാണ്. എന്തിനാ അത്? ഇത്രയ്ക്ക് വായിക്കുന്നവരാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറും. വർത്താനം പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പോൾ ദിഗംബരന്മാരായിട്ട് നടക്കുന്ന ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല. ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? സോറി, ഞാൻ തെറ്റാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സഭയിൽ ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വായിലുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയയിൽ എന്നുള്ള വേദിയിൽ ഞങ്ങൾക്ക് പറഞ്ഞില്ല. നാളെ എന്നെ ഏറെ കേട്ടിട്ടുണ്ട്. പൊന്നമ്മോ ആവശ്യമുണ്ട്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ? സത്യം ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവര് പോകുന്നവരും എല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. നാടകക്കാർ എന്തുകൊണ്ടാണ് ഒരു നാടക നടനെ ഒരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തയ്യാറാവാറുണ്ട്?
നിയമസഭയിലെ ശരീരനിന്ദ പ്രയോഗം ആവർത്തിച്ച് മുഖ്യമന്ത്രി. നീളം കുറഞ്ഞ നജീബ് കാന്തപുരത്തെ അല്ല, ആരോഗ്യം കുറഞ്ഞ മറ്റൊരാളെയാണ് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. അട്ടിവെച്ച് അത്രയും ഞാൻ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണ് പോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച് വാർഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച് വാർഡിനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുകയാണ്. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ച് വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണു പോകുന്നയാളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗമെന്ന നിലയിലുണ്ട്. അപ്പൊ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഈ ശരീരനിന്ദ പ്രയോഗം, ബോഡി ഷെയ്മിംഗ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ. അതിനുശേഷം പി ചിത്തരഞ്ജൻ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ ഉദ്ദേശിച്ചത് നജീബ് കാന്തപുരത്തെ അല്ല എന്ന് പറയുന്നു. വീണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ശരീരനിന്ദ ആവർത്തിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ന്യായീകരണം എന്ന പേരിൽ താൻ ഉദ്ദേശിച്ചത് ഉയരക്കുറഞ്ഞ നജീബ് കാന്തപുരത്തെ അല്ല. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യക്കുറഞ്ഞ ഒരാളാണ്, ഒരു ഊതിയാൽ പറന്നു പോകുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ വാച്ചാൻ വാർഡിനൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണല്ലോ, അവരെ തെള്ളുകയാണ്, അവരുടെ ശരീരത്തിലേക്ക് അവരെ ഈ അമർന്നിരുന്നു കൊണ്ട് വലിക്കുന്നു. ഇത് ആദ്യം ചെയ്തത് ഒരു ആരോഗ്യമുള്ള ഒരാളാണ്, പിന്നീട് ചെയ്തത് തീരെ ആരോഗ്യമില്ലാത്ത ആളാണ്, ഒരു ഊതിയാൽ പറന്നു പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോഴും യഥാർത്ഥത്തിൽ ഒരു ശരീര നിന്ദ തന്നെയാണ്. ഉയരക്കുറവിനെ ഒരാളെ കളിയാക്കിയാലും ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ അതിനെ കളിയാക്കിയാലും എല്ലാം ഒരേ ഗണത്തിൽ തന്നെ പെടുത്താവുന്നത് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും അതിനെ ഒരു ന്യായീകരണം, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ശരീരനിന്ദ അല്ല നടത്തിയത്, നജീബ് കാന്തപുരത്തെ അല്ല നടത്തിയത് എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റേ ഒരാളെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതും ഒരു ശരീരനിന്ദ തന്നെയാണ്. അത് മുഖ്യമന്ത്രി ഇന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു. അന്ന് ഉയരക്കുറവിനെയാണ് നമ്മൾ ശരീരനിന്ദയായി കണ്ടതെങ്കിൽ ഇന്ന് ഉയരക്കുറവ് മാത്രമല്ല, ആ ശാരീരിക ആരോഗ്യത്തിൻ്റെ കുറവ്, ഒരാളെ ശാരീരികമായ ആരോഗ്യക്കുറവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അംഗവൈകല്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു തരത്തിലും കളിയാക്കപ്പെടാൻ, പൊതുസമൂഹത്തിൽ കളിയാക്കപ്പെടേണ്ട ഒന്നല്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ചില ആളുകൾ കുറവെന്നോ അല്ലെങ്കിൽ കൂടുതലെന്നോ ഒക്കെ കാണുന്ന മറ്റ് പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ആരോഗ്യസ്ഥിതിയുള്ള ഒരു മനുഷ്യനെയും കളിയാക്കരുത്. അത് ശാരീരികപരമായ നിന്ദയാണ്, അത് ചെയ്യരുത് എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും വളരെ കൃത്യമായി തന്നെ ന്യായീകരിക്കുന്നത്, ഞാൻ ഉയരക്കുറവിനെയല്ല കളിയാക്കിയത്, ആരോഗ്യക്കുറവിനെയാണ് കളിയാക്കിയത്. യഥാർത്ഥത്തിൽ മറ്റൊരു ശരീര നിന്ദ കൂടി അദ്ദേഹം നടത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കിരൺ പറഞ്ഞതുപോലെ അയാളെയല്ല മറ്റേയാളെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മാത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ വെട്ടിപ്പിടിക്കാൻ കോൺഗ്രസ്. ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും ഉൾപ്പെടെ ജോസഫ് ഗ്രൂപ്പ് സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും. ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ വേണമെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് ഇടപെടുകയാണ്. സ്ഥാനാർത്ഥികളുടെ പട്ടിക നൽകാൻ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക ഏജൻസികളെ വച്ച് ഈ മണ്ഡലത്തിൽ പഠനം നടത്തിയാകും പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായത് മാറിക്കഴിഞ്ഞു. അത് കേവലം കോൺഗ്രസിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ, മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ചും ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പല സ്ട്രാറ്റജികളും മാറി പരീക്ഷിക്കാൻ കോൺഗ്രസും ഘടകകക്ഷികളും തീരുമാനിക്കുന്നത്. സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ഉയരുന്നത്. ഏറ്റുമാനൂർ, തൃക്കരിപ്പൂർ പോലുള്ള സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യത്തിൽ കാലങ്ങളായി കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റാണ്. ആ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ധാരണയായി. പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ഓക്കെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ്. കുട്ടനാട് ഉൾപ്പെടെയുള്ള സീറ്റുകളും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുക്കാൻ ഏതാണ്ട് ആലോചനകളും നീക്കങ്ങളും നടന്നു വരികയാണ്. ചങ്ങനാശ്ശേരി, അതേപോലെ തിരുവല്ല, ഇവിടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജോസഫ് ഗ്രൂപ്പ് തോറ്റ സീറ്റാണ്. തിരുവല്ലയിൽ തുടർച്ചയായിട്ട് തോൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ കുറച്ചുകൂടി ജോസഫ് ഗ്രൂപ്പിന് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളതുകൊണ്ടുകൂടിയാണ് ആ സീറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും ഈ
മറ്റു മണ്ഡലങ്ങളിലും ജോസഫ് ഗ്രൂപ്പിന്റെ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ കൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ, അതായത് PJ ജോസഫും മോൻസ് ജോസഫും മത്സരിക്കുന്ന സീറ്റുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ 7 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക ചോദിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇത് കൈമാറി ചില ഏജൻസികൾ, സ്വകാര്യ ഏജൻസികളുമായി കൂടി ചില ആലോചനകളും സർവേകളും ഒക്കെ നടത്തിയ ശേഷമായിരിക്കും ജോസഫ് ഗ്രൂപ്പിന്റെ ഇത്തരം സീറ്റുകളിലും ഒരു അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ് സാധാരണ ഉഭയകക്ഷി ചർച്ചയും ഒക്കെ കോൺഗ്രസിൽ UDF-ൽ നടക്കാറുള്ളത്. ഇത്തവണ അങ്ങനെ നടന്നാൽ പോരാ, വളരെ നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ സീറ്റുകളുടെ കാര്യത്തിലൊരു അന്തിമ വ്യക്തത ഉണ്ടാകണമെന്ന് UDF കരുതുന്നുണ്ട്. ലീഗിന്റെയും ചില സീറ്റുകളിൽ കോൺഗ്രസുമായി വെച്ചുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ആലോചനകളും നീക്കങ്ങളും എന്തായാലും നടന്നു വരികയാണ്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ തവണ 9 സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചെങ്കിൽ അത് താഴേക്ക് പോകും. കുറഞ്ഞതൊരു 7 അല്ലെങ്കിൽ അതിലും താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി തീപാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന UDF-ന് കൊച്ചി കോർപ്പറേഷൻ വിജയം നിർണായകമാണ്. ഭരണനേട്ടം വോട്ടാക്കി ഭരണ തുടർച്ചയാണ് ഇടത് പ്രതീക്ഷ. 5 സീറ്റിൽ നിന്നുള്ള കുതിച്ചുചാട്ടമാണ് BJP ലക്ഷ്യം. ഇതിനിടയിൽ മത്സരത്തിനിറങ്ങുന്ന കിഴക്കമ്പലം 2020 ആരുടെ വോട്ട് ചോർത്തുമെന്നതും പ്രധാനമാണ്. എറണാകുളം ജില്ലയെന്നാൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നെല്ലാമാണ് വിളിപ്പേര്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ജില്ല എന്ന വിശേഷവും കൂടിയുണ്ട്. പലപ്പോഴും ഏറ്റവും കൂടുതൽ MLA-മാരെ നൽകുന്നതും ജില്ലയിൽ നിന്നാണ്. MP അടക്കം ഇവിടെ നിന്ന് കോൺഗ്രസിന്റെ സംഭാവനയാകുമ്പോൾ അപ്പോഴെല്ലാം ഇത്ര നേട്ടങ്ങളുണ്ടെങ്കിലും കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകുന്നത് പലപ്പോഴും കൊച്ചിൻ കോർപ്പറേഷനിലെ തുടർ ഭരണമെന്ന സ്വപ്നമെല്ലാമാണ്. പലപ്പോഴും ഒരു കൈയകലത്തിലാണ് ആ സ്വപ്നം. ഇക്കുറി ആ ചീത്തപ്പേര് മാറ്റിയെടുക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം വികസന പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി അധികാരമുറപ്പിക്കുവാൻ കൊച്ചിൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നത്. BJP-യിൽ നിന്നും ശക്തമായ വെല്ലുവിളി ഇക്കുറി പ്രതീക്ഷിക്കാം. ഇതിനെല്ലാം ഇടയിലാണ് കിഴക്കമ്പലം 2020യുടെ ഇക്കുറിയുള്ള രംഗപ്രവേശം. എന്താണ് കൊച്ചിൻ കോർപ്പറേഷനിൽ സംഭവിക്കുക തെരഞ്ഞെടുപ്പിൽ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ തവണ UDF വിമതരുടെ പിന്തുണയോടെയാണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത്. 74-ൽ നിന്ന് 2 സീറ്റ് ഉയർത്തി 76 സീറ്റുകളിലാണ് ഇക്കുറി കൊച്ചിൻ കോർപ്പറേഷൻ മത്സരം. കഴിഞ്ഞ തവണ LDF 33, UDF 32, BJP 5 എന്നതായിരുന്നു മുന്നണികളുടെ സീറ്റ് നില. 3 UDF വിമതരെയും ഒരു ഇടത് വിമതനെയും ഒപ്പം കൂട്ടി ഇടതുമുന്നണി ഭരണം പിടിച്ചപ്പോൾ പരമ്പരാഗത കോട്ടയിൽ കോൺഗ്രസിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു. ഉള്ളിലെ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് കൊച്ചി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ UDF. വെള്ളക്കെട്ടും തകർന്ന റോഡുകളും മുതൽ കൊതുക് ശല്യം വരെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിയാകും പ്രചാരണം. കൊച്ചിൻ കോർപ്പറേഷനിൽ പണമുണ്ടെങ്കിൽ എന്തും നടക്കും, എന്ത് കാര്യങ്ങളും നടക്കും. ആ രീതിയിലേക്ക് കോർപ്പറേഷൻ അധപതിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തിയിട്ടുള്ള വ്യാപകമായ പ്രചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും. തീർച്ചയായും കൊച്ചിയിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കും. വലിയ വികസന പദ്ധതികളാണ് ഇടതുമുന്നണിയുടെ തുറുപ്പുചീട്ട. തുരുത്തി ഫ്ളാറ്റ്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, ഓൺലൈൻ ജനന മരണ രജിസ്ട്രേഷൻ, പുതിയ എറണാകുളം മാർക്കറ്റ് കെട്ടിടം, പട്ടിക അങ്ങനെ നീളുന്നു. അതുകൊണ്ട് ഭരണ തുടർച്ച തന്നെയാണ് ലക്ഷ്യമെന്ന് CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കോർപ്പറേഷന് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലമാണ്. അത് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നീണ്ട 10 വർഷക്കാലം തുടർച്ചയായിട്ട് കോൺഗ്രസ് കൊച്ചിൻ കോർപ്പറേഷൻ കൈകാര്യം ചെയ്തു. കൊച്ചിൻ കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്ന ആ കാലയളവിൻ്റെ ഒരു പ്രത്യേകത, അതിലൊരു സമയം കോൺഗ്രസ് സംസ്ഥാനവും ഭരിക്കുന്നുണ്ട്, കേന്ദ്രവും ഭരിക്കുന്ന ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. ഭരണം പിടിക്കാനായില്ലെങ്കിലും സീറ്റെണ്ണത്തിൽ 5-ൽ നിന്നുള്ള കുതിച്ചുചാട്ടമാണ് BJP ലക്ഷ്യം. കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച പദ്ധതികളിൽ ഇടത് വലത് മുന്നണികൾക്ക് അവകാശമില്ലെന്നാണ് BJP വാദം. ഈ കൊച്ചി വികസിക്കണമെങ്കിൽ, ഈ കൊച്ചിയുടെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു വികസനം സാധ്യമാകണമെങ്കിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തകർ, നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഈ കൊച്ചി കോർപ്പറേഷന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കണമെന്ന് കൊച്ചി കോർപ്പറേഷൻ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അവർ അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞങ്ങളതിനു വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാര്, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാര്, ഈ നാട്ടിലെ BJP സ്നേഹിക്കുന്ന ആളുകൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പല സീറ്റിലും UDF കണക്കുകൂട്ടൽ തെറ്റിച്ചത് നിപുൺ ചെറിയാൻ എന്ന IT പ്രൊഫഷണൽ രൂപം നൽകിയ V4 കൊച്ചി എന്ന സ്വതന്ത്ര ആശയ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. ഇക്കുറി സമാന വെല്ലുവിളിയുമായി കിഴക്കമ്പലം 2020 എത്തുന്നു. മുന്നണികളെ കൊച്ചി നഗരത്തിന് മടുത്തു കഴിഞ്ഞതായി 2020യുടെ വിലയിരുത്തൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചിൻ കോർപ്പറേഷൻ.
വെള്ളക്കെട്ടായിക്കോട്ടെ, കൊതുക് ശല്യമായിക്കോട്ടെ, മാലിന്യമായിക്കോട്ടെ, ബ്രഹ്മപുരമായിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി വന്നെങ്കിലും ഒരു പരിഹാരവും ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കൊച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട്. കാരണം വലിയ ഇത്രയും വരുമാനമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. അപ്പം അതുകൊണ്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കണം, ആ കൊച്ചിയെ രക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. 2020 ആരുടെ ഏത് മുന്നണിയുടെ വോട്ടുകളാകും ചോർത്തുക എന്നത് ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ചില സീറ്റുകളിലെങ്കിലും 2020 BJPയുമായി ധാരണയിലാകുമോ എന്ന ചർച്ചയും അഭ്യൂഹവും ശക്തമാണ്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒറ്റയ്ക്ക് മേധാവിത്വം നേടി ഭരണം പിടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും സംശയമുണ്ട്. കാരണം കൊച്ചി നഗരസഭയിലെ കണക്കും കാര്യങ്ങളുമെല്ലാം അത്രമേൽ സങ്കീർണമായിരിക്കുകയാണ്. അങ്ങനെ ഒരു മുന്നണിക്ക് അത് നേടാൻ കഴിയുമെങ്കിൽ അത് നഗരസഭാ ഭരണം സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള അധ്യായമായി മാറുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് ഡാനിപോൾ, ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പണിയൊന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്തിട്ടില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. മന്ത്രിക്കെതിരെയുള്ള UDF സമരങ്ങളെ പ്രതിരോധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റോഷി മന്ത്രിയായിരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. റോഷി അഗസ്റ്റിൻ രാജിവെക്കണം. റോഷി അഗസ്റ്റിൻ എന്തിനാ രാജിവെക്കേണ്ടത്? റോഷി അഗസ്റ്റിൻ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തേലും കുഴപ്പം, ഞാൻ അത്ര പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദീകരിച്ച എന്നെ വലിയ സ്നേഹിക്കുന്ന പ്രായമുള്ള അമ്മയുടെ പ്രായമുള്ള സഖാക്കളുണ്ട്. അവിടെ പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ചിത്രം പോലെ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കും. പ്രിയപ്പെട്ട കോൺഗ്രസ് ഏകത ഇപ്പൊ ഇത് വെച്ചു സായ സതി 2026 വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാകും. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, 2026 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആ മന്ത്രിസഭയിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കും എന്ന കാര്യത്തിൽ കുഴപ്പമില്ല. ചേർത്തല പള്ളിപ്പുറത്തെ ഐഷ കൊലപാതകത്തിൽ സീരിയൽ കില്ലർ സെബാസ്റ്റിനെതിരെ കൂടുതൽ തെളിവുകൾ. ഐഷയും സെബാസ്റ്റിനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും 5 സ്ത്രീകൾ ഇതിനോടകം മൊഴി നൽകി. സെബാസ്റ്റിനെ പ്രതി ചേർത്ത് ചേർത്തല കോടതിയിൽ റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ നൽകും. ഐഷയുടെ അയൽവാസിയായ സ്ത്രീയും സെബാസ്റ്റിന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയും ന്യൂസ് 18ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ഐഷ തിരോധാന കേസിൽ പുനരന്വേഷണത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 ഇംപാക്ട്. ഈ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഇവർ തമ്മിൽ ഉടക്കിയത്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ വഴക്ക് തുടങ്ങുന്നത് അല്ലേ? തുടങ്ങി ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തതും. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം തരാം വാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. സന്ധ്യ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് കയറാമത്ത പോണത്. ഐഷ പോകുന്നത്. ഐഷ പൈസ വാങ്ങാൻ പോയതാണ്. പൈസ വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എവിടെ പോണെന്ന് സെബാസ്റ്റ്യൻ, അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു പൈസ ശനിയാഴ്ച തരാന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച പൈസയ്ക്ക് പോയതാണ്. ഐഷ തിരോധാനത്തിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് കുരുക്ക് മുറുകുകയാണ്. ഐഷയെ 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണ്ണമാലയ്ക്കും വേണ്ടിയാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന് അയൽവാസിയും സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവിധ അന്വേഷണ സംഘങ്ങൾ അവരുടെ നിർണായകമായ മൊഴി രേഖപ്പെടുത്തി. കൂടാതെ ഐഷയുടെ സുഹൃത്തും ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത മറ്റൊരു സ്ത്രീയും സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഗാഢമായ ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് മൊഴി. ഇവരെ കൂടാതെ 5 പേർ കൂടി അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ കൈമാറി. ഇതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ തീരുമാനമായി. സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മ ന്യൂസ് 18ലൂടെ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് തെളിവില്ലെന്ന് കണ്ട എഴുതിത്തള്ളിയ കേസിൽ പോലീസ് പുനരന്വേഷണം ആരംഭിച്ചതും സെബാസ്റ്റ്യനിലേക്ക് എത്തിയതും. ഐഷ ടീച്ചറിനോട് അപ്പൊ ഇത്രയും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്ന ടീച്ചറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നാലും അങ്ങനെ അപ്പുറത്തോടെ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എങ്ങനെ? അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങള് ഐഷയെയും സെബാസ്റ്റ്യനെയും ടീച്ചറും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ ഇപ്പൊ ഈ പാട്ടിന്റെ അപ്പുറത്തെ പറമ്പ് ഞാൻ മേടിച്ച സ്ഥലം. അപ്പൊ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ ഐഷയും കൂടെ കൂടിക്കൊണ്ടാണ് JCB കൊണ്ടുവന്ന് ആ പറമ്പ് തെളിച്ചു. അന്ന് സെബാസ്റ്റ്യൻ ഉണ്ട്. സെബാസ്റ്റ്യനാണ് പറമ്പ് തെളിപ്പിക്കുന്നത്. ഞാനിവിടെ ഇല്ല. അന്ന് ഐഷ ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീട് ഇരുമയിലില്ല. ഞാൻ വീട്ടിൽ പോയപ്പോഴാണ്.
ചിലപ്പോൾ ഞാൻ വന്നപ്പോഴാണ് ഇവിടെ എല്ലാം തെളിച്ചിട്ടുള്ളത്. ഇതെന്നാന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. ജൈനമ്മ, ബിന്ദു പത്മനാഭൻ കേസുകൾക്ക് പിന്നാലെ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാൻ തയ്യാറെടുക്കുന്ന മൂന്നാമത്തെ കൊലക്കേസാണ് ഐഷ കേസ്. 2012 മെയ് 12-നാണ് ചേർത്തല വാർനാട് സ്വദേശിയായ ഐഷയെ കാണാതാകുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ആക്രമണം നടത്തി പാക് വ്യോമസേന. തെഹ്രീക്ക് ഇ താലിബാൻ തലവൻ നൂർ വാലി മഹസൂദിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. എന്നാൽ നൂർ വാലി മഹസൂദ് സുരക്ഷിതനാണെന്നും മകൻ കൊല്ലപ്പെട്ടുവെന്നുമാണ് വിവരം. പുലർച്ചെയാണ് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഉഗ്രസ്ഫോടനമുണ്ടായത്. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാക് വ്യോമസേനയുടെ ആക്രമണം. TTP തലവൻ നൂർ വാലി മഹ്സൂദ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടെങ്കിലും മഹ്സൂദ് സുരക്ഷിതനാണെന്നും പാകിസ്ഥാനിലുണ്ടെന്നും വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു. എന്നാൽ ആക്രമണത്തിൽ മഹ്സൂദിന്റെ മകൻ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന് പരസ്യമായി ആരോപിച്ച് 48 മണിക്കൂറിനുള്ളിലാണ് ആക്രമണം. ആക്രമണം പ്രകോപനപരമാണെന്ന് അഫ്ഗാൻ പ്രതികരിച്ചു. 2021-ൽ താലിബാൻ അധികാരത്തിലേറിയ ശേഷം ആദ്യമായാണ് കാബൂളിൽ പാകിസ്ഥാന്റെ കടന്നാക്രമണം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടരുന്നതിനിടയിലാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെ തീവ്രവാദികൾ നടത്തിയ കുഴിബോംബാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ വടക്ക് കിഴക്കൻ ജില്ലയായ കുറാമിൽ സൈനികരും ഭീകരവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷമാണ് കുഴിബോംബാക്രമണം. കഴിഞ്ഞ മാസം തെഹ്രീക്ക് ഇ താലിബാന്റെ ശക്തികേന്ദ്രമായ പക്തൂൺക്വ പ്രദേശത്തുണ്ടായ സ്ഫോടനത്തിൽ 30 പേരാണ് കൊല്ലപ്പെട്ടത്. മാസങ്ങളായി സുരക്ഷാസേനയ്ക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൂടെ പാകിസ്ഥാനിലെ ഭരണം അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് തെഹ്രീക്ക് ഇ താലിബാൻ നടത്തുന്നതെന്നും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുകയാണെന്നും പാക് സേന ആരോപിക്കുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഈ ആരോപണത്തെ തള്ളുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ. ഹമാസും ഇസ്രയേലും സമാധാന കരാർ അംഗീകരിച്ചതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ബന്ദികളുടെ കൈമാറ്റം തിങ്കളാഴ്ചയോടെ നടക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നുമാണ് വിവരം. നിലയ്ക്കാത്ത വെടിയൊച്ചകൾക്കിടയിൽ നിന്ന് സമാധാനത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് കേൾക്കുന്നുണ്ട്. 2 വർഷം തുടർച്ചയായി കേട്ട നിലവിളികൾ, വംശഹത്യയുടെ ചോരകട്ട പിടിക്കുന്ന അനുഭവങ്ങൾ, ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആകാത്ത നരനായേട്ടിന്റെ യാതനകൾ അനുഭവിച്ചവരാണ് ഗാസയിലെ ജനത. ഇപ്പോൾ കേൾക്കുന്ന ശുഭസൂചനകൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഉള്ളിലെ വേദനകൾ അടക്കി ആഘോഷമാക്കുകയാണ് അവർ. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ആദ്യഘട്ട ധാരണയുടെ ഭാഗമായി ബന്ദി കൈമാറ്റവും ഉടൻ നടപ്പിലാക്കും. ബന്ദികളെ വരും ദിവസങ്ങളിൽ കൈമാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറി തുടങ്ങും. ഇസ്രായേൽ മോചിപ്പിക്കുന്ന പലസ്തീൻ തടവുകാരിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന 250 പേരും 2023 ഒക്ടോബർ 7-ന് ശേഷം അറസ്റ്റിലായ 1700 പേരും ഉൾപ്പെടുന്നു. ഉപരോധം മൂലം പട്ടിണിയിലായ ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള നടപടികൾക്കും ഇതോടെ തുടക്കമാകും. UN ഏജൻസികൾ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾക്കായി ഗാസയുടെ 5 അതിർത്തി പാതകളും തുറക്കും. അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനും ഗാസയെ നിരീക്ഷിക്കുന്നതിനുമായി 200 സൈനികരെ അമേരിക്ക വിന്യസിക്കും. ഗാസയിലെ വെടിനിർത്തൽ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കും. ഈജിപ്ത്, ഖത്തർ, തുർക്കി, UAE എന്നീ രാജ്യങ്ങളിലെ സായുധ സേനകളിൽ നിന്നാണ് 200 US സൈനികരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈകാതെ തന്നെ 2ാം ഘട്ട ചർച്ചകൾക്കും തുടക്കമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ഇത്തവണ 338 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചതെന്ന് പുരസ്കാര സമിതി അറിയിച്ചു. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന വാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ മോഹവുമായി മുന്നിലുണ്ട്. തനിക്ക് സമ്മാനം തരാതിരിക്കാൻ ഓസ്കർ കമ്മിറ്റി കാരണം കണ്ടെത്തുമെന്നും കിട്ടിയില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് അപമാനമാണെന്നുമാണ് ട്രംപിന്റെ വാദം. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ഒന്നും ചെയ്യാതെയാണ് അവാർഡ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു.
അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഇത്തവണത്തെ കൗതുകവും അതുതന്നെയാണ്, ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ കിട്ടുമോ എന്നുള്ളത്. എന്തായാലും 2:30 പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ആർക്കൊക്കെയാണ് സാധ്യത? അശ്വതി, ഇനി ഏതാനും മിനിറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് ഈ ട്രംപിൻ്റെ ഒരു ഓസ്കാർ മോഹം അത് ഒരു നടക്കുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ളത്. ട്രംപ് ഇതിനു മുൻപ് 2018 തനിക്ക് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് രംഗത്തെത്തുന്നത്. അതിനു മുമ്പ് 2009 തൊട്ടേ അദ്ദേഹം പലതരത്തിൽ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ബരാക് ഒബാമയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചതിന് ശേഷമായിരുന്നു ട്രംപിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുളയ്ക്കുന്നത്. ഈ ഒബാമയ്ക്കെതിരെ അദ്ദേഹം ഇപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ച് വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശവും ഇന്നലെ നടത്തിയിരുന്നു. ഒബാമ യാതൊന്നും ചെയ്യാതെയാണ് അദ്ദേഹത്തിന് ഈ നൊബേൽ പുരസ്കാരം നൽകിയത്. ഈ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ആളാണ് ഒബാമ എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരാളാണ് ഒബാമ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ തന്നെ പരിഗണിക്കാനുള്ള എല്ലാ സാധ്യതകളും നൊബേൽ കമ്മിറ്റിക്കുണ്ട് എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞുകൊണ്ട് തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി. അതുപോലെ തന്നെ ട്രംപിനെ നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി ഇസ്രായേൽ, അതുപോലെ പാകിസ്ഥാൻ, കംബോഡിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് 2025 ജനുവരിക്ക് മുൻപേ വരെയുള്ള കണക്കുകളാണ് ഈ നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒരു സാധ്യതയായി കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ലോക സമാധാനത്തിനായി നിരന്തരം പ്രവർത്തിക്കുക, ലോക സാഹോദര്യത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടും ക്രൈറ്റീരിയ ആയിട്ട് പരിഗണിക്കുന്നത്. ട്രംപ് പെട്ടെന്ന് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം കുറച്ച് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്ന് അടക്കമുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അദ്ദേഹം യുദ്ധം നിർത്തിയെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. അത് ഇന്ത്യ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ പല നേതാക്കളും ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിൻ്റെ ഒരു നൊബേൽ പുരസ്കാര മോഹത്തിന് തിരിച്ചടിയായി നിൽക്കുന്നത്. ട്രംപിൻ്റെ എതിരാളികളായിട്ട് മത്സര രംഗത്ത് സാധ്യതാ പട്ടികയിൽ മുൻപിലുള്ളത് ഒന്ന് പോപ്പ് ഫ്രാൻസിസ് ആണ്. മരണാനന്തര ബഹുമതിയായിട്ട് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പരിഗണിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. മാത്രമല്ല, ഇലോൺ മസ്ക്, പിന്നെ ഇത് വ്ളാഡിമിർ സെലൻസ്കി, ഇമ്രാൻഖാൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരും ഈ പട്ടികയിലുണ്ട്. അശ്വതി. ശരി, അജയ് സുധാ ബിജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി. അല്ലാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമി അല്ല മുനമ്പത്തേത് എന്നാണ് കോടതി നിരീക്ഷണം. 1950 ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ലെന്നും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഭൂമി വഖഫ് അല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. സർക്കാർ നൽകിയ അപ്പീലിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന നിർണായക ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു, നിയമകാര്യ ലേഖകൻ. പ്രകാശ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്, മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഈ സമയത്ത് പറഞ്ഞിരിക്കുന്നത്? അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമുണ്ടാകുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ തുടരാം. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഭൂമി വഖഫ് വകയാണെന്ന് വഖഫ് ബോർഡ് വ്യക്തമാക്കിയതാണെന്നും ഈ സാഹചര്യത്തിൽ വിഷയം പരിഗണിക്കാൻ വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണ് അധികാരമെന്ന് വ്യക്തമാക്കിയായിരുന്നു സിംഗിൾ ബെഞ്ച് ഈ ഡിവിഷൻ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയത്. തുടർന്ന് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന, മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം മുനമ്പത്തെ ആ സമരം നമ്മുടെ കൺമുന്നിലുണ്ട്. വലിയ വിമർശനം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശവാസികളെ ബോർഡ് കേട്ടില്ല എന്നതടക്കമുള്ള വിമർശനവും ഇന്ന് കോടതി ഉന്നയിക്കുന്നുണ്ട്. ആജ്ഞ. അശ്വതി, 1950 രേഖകൾ അനുസരിച്ച് ഭൂമി വഖഫല്ല എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളും നേരത്തെ വ്യക്തമാക്കിയതാണ്. അതായത് ന്യൂസ് 18 തന്നെയായിരുന്നു ആദ്യമായിട്ട് ആ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നത്. വഖഫ് ഭൂമി, അതായത് ഈ 1950
1950 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് രേഖകൾ എഴുതി കൈമാറുമ്പോൾ വഖഫായി നൽകുന്നു എന്നൊരു വാക്ക് മാത്രമാണ് അതിലുള്ളത്. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേസമയം ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജ് അധികൃതർ ആ ഭൂമി ഉപയോഗിച്ചില്ലെങ്കിൽ താനോ തന്റെ പിൻഗാമികളിലേക്ക് ആ ഭൂമി തിരിച്ചു പോരുമെന്നായിരുന്നു ആ ഡീഡ്. അതേസമയം വഖഫ് ഏകപക്ഷീയമായി ഭൂമികൾ തങ്ങളുടേതാണെന്ന് തീരുമാനിക്കുന്നുവെന്നാണ് കേരള വഖഫ് ബോർഡിന് ഹൈക്കോടതി വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഭൂമി വഖഫല്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. നേരത്തെ ഈ ഭൂമി വഖഫിന്റേതാണ്. ഈ ഭൂമിയിൽ വഖഫിനാണ് പൂർണ്ണമായ അധികാരം, തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായ അധികാരമുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിംഗിൾ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരം നിയമനം റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ അപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അതിന് അപ്പീൽ പോവുകയും ഇത് പ്രശ്നപരിഹാരത്തിന് മുൻപത്തെ ഭൂമിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയുണ്ട്, വേണ്ടി വന്നാൽ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം തന്നെ നടത്തേണ്ടി വന്നാൽ നടത്തുമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീൽ. അങ്ങനെയായിരുന്നു. ആ അപ്പീൽ കൂടി പരിഗണിച്ച് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് അതായത് റദ്ദാക്കിയ ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരം റദ്ദാക്കിയ നടപടിക്ക് സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആ വിധി തന്നെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ വിധി തന്നെ റദ്ദാക്കിക്കൊണ്ട് വഖഫിനെതിരെയാണ് വഖഫിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഭൂമി വഖഫാക്കി മാറ്റാനുള്ള കേരള വഖഫ് ബോർഡിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് തന്നെയാണ് കോടതി സൂചിപ്പിക്കുന്നത്. വഖഫാക്കി മാറ്റാനുള്ള 2019 നീക്കം ഏകപക്ഷീയമാണ്. ഭൂമി വഖഫാക്കി മാറ്റാനാകില്ലെന്നും ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാമെന്നുമാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നീണ്ട 69 വർഷത്തിന് ശേഷമാണോ വഖഫിന്റെ ബോധോദയം ഉണ്ടായത്, ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്നുള്ള ബോധോദയം ഉണ്ടായതെന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് നീതീകരിക്കാനാകാത്ത കാലതാമസമാണ്. അതായത് വഖഫിന് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആവശ്യപ്പെടണമെങ്കിലോ ഒരു ഭൂമിയിന്മേൽ ഇത്തരത്തിലുള്ള വഖഫാണ് എന്ന അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഉന്നയിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ 69 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, സിംഗിൾ ബെഞ്ചിന് തീരുമാനമെടുക്കാനുള്ള വിഷയമല്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്നും അശ്വതി മനസ്സിലാക്കുന്നത് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ, അതായത് സർക്കാരിന് കൂടുതൽ ചെയ്യാനുണ്ട്. അത് വഖഫിന്റെ ഭൂമിയിൽ അധികാരത്തിൽ വരുന്നതല്ല ഭൂമി എന്ന് പറയുമ്പോൾ കോടതി ശരിയായിരുന്നു. ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിനാർക്കും ഇവിടെ ഒരു സംശയമില്ല. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, 100% നിയമവിരുദ്ധമായ 100% ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ മാത്രം കൊള്ളയടിക്കപ്പെട്ട ഒരു ഭൂമിയാണ് മുനമ്പം. ആ ഭൂമി അവർക്ക് തിരികെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടെ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പൂർണ്ണമായും നീതി ലഭിക്കുന്ന മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുവാനായി അവരെ എന്തുകൊണ്ട് ആ പ്രശ്നത്തിലകപ്പെട്ടോ ആ നിയമം കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി അവർക്ക് അവരുടെ ഭൂമി, അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള നിയമനിർമ്മാണം പണിപ്പുരയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പൂർണ്ണമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കഴിയാൻ കൊടുക്കുവാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ആ ജോലി ചെയ്തിരിക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, ഇനി എന്താ അവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ് കോടതി എന്ന് പറയുമ്പോൾ സർക്കാരിന് ഇനി അവിടെ എന്ത് ചെയ്യാനാകുമെന്ന് ഉറ്റുനോക്കുകയാണ്. CN രാമചന്ദ്രൻ കമ്മീഷനെ കോടതി തുടരാൻ അനുവദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ആ കമ്മീഷന് എന്തു ചെയ്യാൻ കഴിയും? നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇപ്പൊ നടത്തിയ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടല്ല ആ വിഷയം പരിഹരിക്കേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. മാത്രമല്ല, മുനമ്പം ജനതയുടെ വസ്തു അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെയും സംസ്ഥാന സർക്കാർ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ പ്രതിപക്ഷമോ തയ്യാറായിട്ടില്ല. അത് ആ പാവപ്പെട്ടവര് ഒരു നൂറ്റാണ്ട് കാലമായി അവരുടെ കൈവശം വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന ആ വസ്തുവിനെ ഇപ്പോഴും വഖഫിന്റെ ഭൂമിയാണെന്ന് പറയാനാണ് ഇവിടെ കോൺഗ്രസിനും CPM ഇഷ്ടം. അത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഇവർ തയ്യാറാകാത്തിടത്തോളം കാലം
ഏത് കമ്മീഷൻ വന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ സർക്കാരിന്റെ നിലപാടല്ലേ കമ്മീഷൻ അവിടെ പ്രഖ്യാപിക്കുന്നു. 100% പൊസഷൻ, അവരുടെ കുടികിടപ്പ് അവകാശം നോക്കിയാൽ തന്നെ 100 വർഷത്തിന് മുകളിലാണ് ആ വസ്തു. എന്നിട്ട് പോലും ആ വസ്തുവിന് ഇത്രയും കാലഘട്ടമായിട്ട്, ഇത് ഇന്ന് തുടങ്ങിയതല്ല, 2021 4 വർഷമാകുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട്. ഈ വിഷയത്തിൽ ആ റവന്യൂ രേഖകൾ പരിശോധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുമായിരുന്നെങ്കിൽ വെറും 10 ദിവസം, അന്ന് വി.ഡി. സതീശൻ പറഞ്ഞ 10 ദിവസം പോലും വേണ്ട. പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വി.ഡി. സതീശനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ CPM-നോ ഗവൺമെന്റിനോ താല്പര്യമില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളെ കേൾക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ പോയിരുന്നില്ലേ? കേട്ടിട്ട് എന്താ, ചുമ്മാ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ? ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഹലോ, ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം വരെ നടത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ക്രമസമാധാന വിഷയം എന്ന നിലയിലാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ഒക്കെ കോടതിയിൽ ഇന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന് വരെയും ഏതെങ്കിലും സംഘർഷങ്ങൾ ആ പാവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ക്രമസമാധാന പ്രശ്നമില്ല. കമ്മീഷനെ നിയമിച്ചു, കണ്ണിൽ പൊടിയനാൻ ഒരു കമ്മീഷനെ നിയമിച്ചല്ല മറ്റൊന്നുമില്ല. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ നാട്ടുകാരനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്താത്തത്? അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആക്ട്, വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആക്ടാണ്. ആ സെൻട്രൽ ആക്ടിൽ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അല്ലാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമി അല്ല മുനമ്പത്തേത് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. 1950-ലെ ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ല എന്നും ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് നൽകിയ ഭൂമി വഖഫ് അല്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ ഇപ്പോൾ BJP ആരോപിക്കുന്നത് അങ്ങനെയാണ്, ഇത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? എന്ത് ചെയ്യാനാകും സംസ്ഥാന സർക്കാരിന്? നേരത്തെ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ല എന്ന വിമർശനവുമൊക്കെ ഈ സമയത്ത് ഉയർത്തുന്നുണ്ട്. അശ്വതി, ഈ വിഷയത്തിൽ കേന്ദ്രമാണെങ്കിൽ പോലും നേരത്തെ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിരുന്ന സാഹചര്യത്തിൽ ഈ വഖഫിന്റെ മേൽ, അതായത് വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഇവർക്ക് മുനമ്പത്ത് ഈ ഭൂമിയുടെ അവകാശികൾക്ക് ഇതിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകാം എന്നുള്ള ഒരു സാധ്യത മാത്രമേ അന്നും അവർ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഒരു ഈ തരത്തിലുള്ള വിമർശനവും ഈ കാര്യത്തിൽ ഉന്നയിക്കാൻ എനിക്ക് തോന്നുന്നില്ല, കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ചില വഖഫിന്റെ നിയമ ഭേദഗതി വരുന്ന സാഹചര്യത്തിൽ പോലും അതിൽ ക്ലോസുകൾ വെച്ചിട്ടാണ് നിയമ ഭേദഗതി വന്നിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്, കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വഖഫിലേക്ക് ഈ ഭൂമി എത്തപ്പെടും എന്ന് ഈ ഡീഡിൽ എവിടെയും പറയുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് സിദ്ദീഖ് സേഠ് 1950 എഴുതി തന്ന ഡീഡിൽ കൃത്യമായിട്ട് പറയുന്നത് വഖഫായി എഴുതി നൽകുന്നു എന്ന് പറയുന്നുണ്ട്. വഖഫിലേക്ക് എന്നല്ല, ദൈവനാമത്തിൽ എഴുതി നൽകുന്നു എന്ന് തന്നെയാണ് ആ കാലഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ വന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും കോടതി പറയുന്നത്. അതായത് 69 വർഷത്തിന് ശേഷം വഖഫ് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഏകപക്ഷീയമായി വഖഫിൻ്റെതാണ് ഈ ഭൂമി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ആ കാര്യത്തിൽ, അതായത് എന്താണ് ഡീഡിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ആ ക്ലോസ് വെച്ചിട്ട് തന്നെയായിരുന്നു എന്ന് മുനമ്പം നിവാസികൾ കോടതിയിൽ പറഞ്ഞത്. ഈ ഭൂമി അവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് അത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുനമ്പം ജനത ഈ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,964 താഴ്ന്നു. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 11,210 രൂപയും പവന് 89,680 രൂപയുമാണ് വില. പശ്ചിമേഷ്യയിൽ സമാധാന കരാർ നിലവിൽ വന്നതോടെ ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്നാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. കരാറിന്റെ ചലനങ്ങളായി സ്വർണ്ണവിലയിൽ വരും ദിവസങ്ങളിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.